ഞാനത് ആരുടെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും പറയുന്നത് എനിക്ക് ഭ്രാന്താന്ന്. എടാ നീയെങ്കിലും ഇത് കേട്ടിട്ട് ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് നീ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കെ. എടാ മോനെ, നമ്മളെല്ലാവരും ഇപ്പൊ ഈ ജീവിക്കുന്നില്ലേ, ഇത് കുറച്ച് ആൾക്കാരുടെ കൺട്രോളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുറെ ആൾക്കാർ ഇലുമിനാറ്റിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാം. എടാ പക്ഷേ നമ്മളെല്ലാവരും അവർ കുറച്ച് ഈ ലോകത്തുള്ളവർ പറയുന്നതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ പൈസ ഉണ്ടാക്കാനായിട്ട് കടന്ന് ഓടുന്നു. അതിൽ എല്ലാവരും ഫൈനലി അൾട്ടിമേറ്റ്ലി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഭവം എന്താണ്? അമേരിക്കയുടെ ഡോളറിലാക്കാനാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സാധനം അതാണ്. എടാ ആ അമേരിക്കയിലെ കറൻസി എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കണക്ക് അവർക്ക് പ്രിന്റ് ചെയ്ത് ഇറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇന്ന് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, സകലമായ കാര്യം. മോനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ പറ്റുമെന്നാണ് ലോകമെമ്പാടും ഉള്ളൊരു ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ട് എങ്ങനെ വേണോ പറയാം. കുറെ ആൾക്കാർ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നു, കുറെ ആൾക്കാർ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ചെയ്താൽ പറ്റുന്നു, കുറെ ആൾക്കാർ പറയുന്നത് ഗോൾഡ് ചെയ്താൽ പറ്റുന്നു, കുറെ ആൾക്കാർ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ചെയ്താൽ പറ്റും എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അതായത് ഈ കൺട്രോൾ ചെയ്യുന്നെന്ന് പറഞ്ഞ ടീമുകളില്ലേ, ഇലുമിനാറ്റിന്നോ അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് എന്നോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെന്നോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്നോ, ലോകത്ത് ഇവര് ഏത് ഇൻഡസ്ട്രിയിലോട്ടാണോ പൈസ ഇടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അറിവ് നമുക്ക് വേണം. ലോകം എന്ന് പറയുന്നത് എല്ലാ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോഴത്തേക്കും ഒരു ട്രാൻസിഷൻ ടൈമിലോട്ട് പോകും. നമ്മൾ പോലും അറിയത്തില്ല. ഇതിന് മുമ്പുള്ള ഓരോ 5 വർഷം 6 വർഷം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയാൽ മതി ആ ട്രാൻസിഷൻ എങ്ങനെ വേണം, ഏത് ഇൻഡസ്ട്രി ബൂം ആവണം, ഏത് സാധനമാണ് രക്ഷപ്പെട്ട് വരേണ്ടുള്ളത്, അത് തീരുമാനിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പവറാണ്. അങ്ങനെ ഒരു ട്രാൻസിഷൻ ടൈമിലോട്ട് പോകാനായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ലോകമെമ്പാടും കിടന്ന് ഓടുന്ന US എന്ന് പറയുന്ന സംഭവം ഇന്നത് $36 ട്രില്യൺ കടമുള്ള ഒരു നാടാണ്. അതിന് ഡിപ്പെൻഡ് ചെയ്താണ് ലോകം മൊത്തം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 36 ട്രില്യൺ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ, ചൈന, UK, ജർമ്മനി, ഈ പറഞ്ഞ ജപ്പാൻ, ഇവരുടെ എല്ലാവരുടെയും GDP എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോലും അവരുടെ കടത്തിനെ കാട്ടി കുറവാണ്. ഇപ്പൊ ഈ പറഞ്ഞ US-ന്റെ ഇത്രയും നാളെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബോണ്ട് ഉണ്ട്, US ബോണ്ട്സ് എന്ന് പറയുന്ന ആ സാധനം ലോകത്ത് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യം കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ എടുക്കാത്തൊരു തീരുമാനമാണ് ഇപ്പൊ എടുക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകം വേറൊരു മോഡിലോട്ട് പോകാൻ പോകുന്ന സംഭവമാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം പോയി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇരിക്കുന്ന പൈസ പൊട്ടി വാരി തന്നെയാണ്. ഈ പറയുന്ന മെട്രിക്സിന്റെ പുറത്ത് നിനക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്താ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതല്ലാതെ ഒരു രൂപ നിങ്ങൾ എവിടെയും ഒന്നും ചെയ്യാൻ പാടില്ല.